ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ദ്രിയ സ്പേസ്. സോ ഇന്ന് നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഒരു ഫുഡ് ബ്ലോഗായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. സോ ഇന്ന് നമ്മളെ എംലാൽ തിയേറ്റർ മേളം കഫേൻ്റെ അടുത്തൊക്കെ ഒരുപാട് തട്ടുകടകളുണ്ട്. സോ അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ തട്ടുകടയിൽ വെള്ളയപ്പും ചിക്കൻ ടിക്കൊക്കെ ചിക്കൻ കബാബ് ഭയങ്കര ഫേമസ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളൊന്ന് നൈറ്റ് ഇറങ്ങിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ വെള്ളയപ്പം, അതുപോലെ ചപ്പാത്തി, ഇഡ്ഡലി, മെയിനായിട്ട് ചിക്കൻ ടിക്കയാണ്. നമുക്കൊരു കമ്പിയിൽ 3-4 പീസ് വെച്ചുള്ള ഒരു ചിക്കൻ ടിക്കയാണ്. ഭയങ്കര ചെറിയ പൈസയാണ്. സോ നമ്മൾ എന്തായാലും അത് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അവിടെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഗ്യാരണ്ടി കഴിക്കാൻ പറ്റും. ഒരുപാട് വർഷങ്ങളായി, ഏകദേശം 10-30 വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ട്, തട്ടുകട തുടങ്ങിയിട്ട് ചേട്ടന്മാർ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ, കാരണം എല്ലാം ഹോം മെയ്ഡാണ്. ഈവൻ ചപ്പാത്തി പോലും ഒക്കെ എല്ലാം ഹോം മെയ്ഡാണ്. ചിക്കൻ ആയാലും എല്ലാം ഫ്രഷാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരു ഐറ്റംസും അതിൽ ആഡ് ചെയ്യുന്നില്ല. പ്യുവർലി ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മൊത്തമാണ്. സോ ഇത് വൈകിട്ട് ഒരു 5-5:30 സമയത്താണ് ഓപ്പണിങ്. രാത്രി 10-11 വരെയൊക്കെ ഉണ്ടാവും. ഡിപ്പെൻസ് തിരക്കനുസരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. സോ നമ്മൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ ചപ്പാത്തി ഉണ്ട്, വെള്ളയപ്പമുണ്ട്, അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വെള്ളയപ്പവും ചിക്കൻ ടിക്കയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഷോപ്പ് തന്നെയാണ്. ഏകദേശം നമ്മളെ മേളം കഫേയുടെ അടുത്തുള്ള ഒരു ഷോപ്പാണ്, തട്ടുകടയാണ്. പക്ഷേ ഇത് വെള്ളയപ്പവും ചിക്കൻ ടിക്കയും ഭയങ്കര ഫേമസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ വരുന്നത്. സോ നമുക്ക് എന്തായാലും ഈ വെള്ളയപ്പവും ചിക്കൻ ടിക്കയുള്ള കോമ്പിനേഷൻ നോക്കാം. ഒക്കെ ലൈവായിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ടിക്കൊക്കെ വീഡിയോ നേരത്തെ കണ്ടപ്പോൾ തന്നെ എല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഈ വെള്ളയപ്പം ചിക്കൻ ടിക്ക ഉള്ള കോമ്പിനേഷൻ നോക്കാം. നല്ല കോമ്പിനേഷനാണ്. പിന്നെ വെള്ളയപ്പം ചട്നി തരും, അല്ലെങ്കിൽ വെള്ളയപ്പം ഗ്രേവി, നമുക്ക് വാട്ടവർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ചിക്കൻ ടിക്ക നല്ല വെന്തുണ്ട് കേട്ടോ. ഓവർ കയ്പ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. ആ ഗ്രേവി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വെള്ളയപ്പവും ഗ്രേവിയും തന്നെ നല്ല ടേസ്റ്റാണ്. സോ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടുന്നുണ്ട്, ഇവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ചിക്കൻ ടിക്കും വെള്ളയപ്പം നല്ല കോമ്പിനേഷനാണ്. സോ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി പോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയത്, ഒരു നൈറ്റ് വൈബിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഒരു 5:30 ടു 10-11 മണി വരെ ഉണ്ടാകും. നമ്മളിങ്ങനെ കച്ചവടത്തിന് മറ്റേ ട്രെയിനും മെയിനായിട്ട് കച്ചവടമാണ്. പിന്നെ ഇവിടെ ഒരു 10-25 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ നാടൻ ഫുഡ് മാത്രമേ ഉള്ളൂ. കബാബും ഇഡ്ഡലി, വെള്ളയപ്പം, ചപ്പാത്തി ഇങ്ങനെയൊക്കെയാണ്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം, വേറൊന്നും പുറത്തൊന്നും മേടിക്കണമൊന്നുമില്ല, ഹോം മെയ്ഡ് മാത്രമേ. സോ എന്തായാലും നമുക്ക് എസ്പെഷ്യലി വെള്ളയപ്പം നമ്മളെ ചിക്കൻ ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ നിറഞ്ഞു. കാരണം എസ്പെഷ്യലി ആ വെള്ളയപ്പം ഗ്രേവിയൊക്കെ നേരത്തെ പറയുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ വെള്ളയപ്പം ചട്നിയായിട്ട് കിട്ടും, പിന്നെ ചപ്പാത്തി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് അവിടുത്തെ. സോ നമ്മളും പാർസൽ ഞങ്ങളെല്ലാം വാങ്ങിച്ചു, വീട്ടിലേക്ക് ഞങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഏകദേശം സ്പോട്ട് കറക്റ്റായി മനസ്സിലായിട്ടോ. ഷൊർണൂർക്ക് എസ്പെഷ്യലി അറിയാം. എന്നാൽ കൂടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ എൻ്റെ നിയർ ബൈ ലാൻഡ്മാർക്ക് പറയും നമ്മളെ എംലാൽ മേളം കഫേ, ഇതിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഫസ്റ്റ് ഒരു തട്ടുകടയാണ്. സോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.